ഹായ് ഫ്രണ്ട്സ്, സെൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു പബ്ലിക് ഇൻഫർമേഷൻ ആണ്. എല്ലാ വർഷവും നമ്മളത് ഇതുപോലെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ കൃഷിയിൽ പഞ്ചായത്ത് തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ ഫോം നേരത്തെ തൊട്ട് വിതരണം ഉള്ളതാണ്. ഇതിൻ്റെ ഡേറ്റ് 2026 ഓഗസ്റ്റ് മാസം 18-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് 2026 ഓഗസ്റ്റ് 17-ാം തീയതിയാണ്. അപ്പോൾ എനിക്ക് ഇന്നാണ് ഈ ഫോം കിട്ടിയത്. അപ്പോൾ ഒരു ദിവസം കൂടി ഇത് നീട്ടിയിട്ടുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ കൃഷിഭവനിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒരു ഫോം എല്ലാ വർഷവും പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. അത് നമ്മൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ട ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് അത് സഹിതം നമ്മൾ ഫില്ല് ചെയ്ത് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും. ഒരാൾക്ക് 3 എണ്ണത്തിന് വരെ അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ 3-നും 3 ഫോമാണ് കൊടുക്കേണ്ടത്. ഈ അപേക്ഷകൻ്റെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും ഡീറ്റെയിലും, റേഷൻ കാർഡിലുള്ള ഡീറ്റെയിലും അക്കൗണ്ട് നമ്പരും അതുപോലെ ആധാർ നമ്പരും നമ്മൾ കരമടച്ച രസീത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഫോം കൊടുക്കാനായിട്ട്. ഇത് കുടുംബ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോറമാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 28 എണ്ണം ഉണ്ട് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന. അതിൻ്റെ ഏകദേശം നമ്മുടെ കൃഷിയെ സംബന്ധിക്കുന്ന ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, കോഴി വളർത്തൽ പ്രോജക്റ്റ്, പശു വളർത്തൽ പദ്ധതി, വന്യമൃഗങ്ങളിൽ നിന്നും കൃഷി സംരക്ഷിക്കൽ, കിഴങ്ങുവിള കൃഷി, ഇടവിള കിറ്റ് വിതരണം, വാഴക്കൃഷി, നെൽകൃഷി വികസനം, ഇഞ്ചിക്കൃഷി, ചെടിച്ചട്ടിയിൽ പച്ചക്കറി കൃഷി, ടെറസിലും മുറ്റത്തും പച്ചക്കറി കൃഷി, അതുപോലെ ജലസേചന പമ്പ് സെറ്റ്, സുഗന്ധ വ്യഞ്ജന കൃഷി, ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി, കറവ പശുക്കൾക്ക് കാലിത്തീറ്റ സബ്സിഡി, അതുപോലെ തീറ്റപ്പുൽ കൃഷി വ്യാപനം. ഈ 13 എണ്ണമാണ് കൃഷി ചെയ്യുന്ന നമുക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് സ്കോളർഷിപ്പ്, വയോജനങ്ങൾക്ക് കട്ടിൽ പ്രൊജക്റ്റ്, വനിതകൾക്ക് മത്സര പരീക്ഷകൾക്കുള്ള പിന്തുണയും പരിശീലനവും, ഭവനം വാസയോഗ്യമാക്കൽ, വനിതകൾക്ക് സ്വയം തൊഴിൽ, വനിതാ ഗ്രൂപ്പുകൾക്ക് LED ബൾബ് നിർമ്മാണ യൂണിറ്റ്, വന്യമൃഗശല്യം തടയുന്നതിന് സൗരോർജ വേലി, ആർത്തവകാല ആരോഗ്യ സംരക്ഷണം, തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, പട്ടികജാതി വിഭാഗങ്ങൾക്ക് PVC വാട്ടർ ടാങ്ക് നൽകൽ, വയോജനങ്ങൾക്ക് കട്ടിൽ നൽകൽ, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും, പട്ടികജാതി വീട് വാസയോഗ്യമാക്കൽ, പട്ടികജാതി സ്മാർട്ട് കിച്ചൺ, ഇങ്ങനെ 28 ആനുകൂല്യങ്ങളാണ് ഈ ഒരു വാർഷിക പദ്ധതിയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. കൃഷിക്കൂട്ടങ്ങൾക്ക് സഹായം, കേരഗ്രാമ പദ്ധതി, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി, കൃഷി സമൃദ്ധി വനിത, ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി, ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണ വിതരണം, പട്ടികജാതി വിഭാഗത്തിലെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണ വിതരണം, വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം, രക്തസമ്മർദ്ദ രോഗികളായ വയോജനങ്ങൾക്ക് BP അപ്പരറ്റൈസ് വാങ്ങി നൽകൽ, സെറിബ്രൽ പാൾസി കിടപ്പിലായ ഭിന്നശേഷിക്കാർക്ക് CPGR നൽകുന്ന പദ്ധതി, ഇങ്ങനെ പലതരത്തിലുള്ള പദ്ധതികളും ഈ ഒരു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഡേറ്റാണ് ഓഗസ്റ്റ് മാസം 18-ാം തീയതി വരെ നീട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതുവരെ അറിയാത്ത ആളുകൾ ഇപ്പോൾ തന്നെ പഞ്ചായത്തിൽ പോയി ഫോം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ പഞ്ചായത്ത് തലത്തിലെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊണ്ടു കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.